മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാ കണ്ടില്ല, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപയറും മത്തങ്ങയും വെച്ചുള്ളൊരു എരിശ്ശേരിയാണ്. നമ്മൾക്ക് ചെറുപയർ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയർ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങ, 2 വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, എരിവ് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ കടുകും വെളിച്ചെണ്ണയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം. അധികം അങ്ങ് വെന്തുടഞ്ഞ് പോകരുത്. ഇത് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 3 വിസിൽ കുക്കറിലെടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ മത്തങ്ങയെല്ലാം മുറിച്ചെടുക്കണം. ഞാനിതവിടെ ചെറുപയർ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടിലെ അധികം വെന്ത് ഉടഞ്ഞ് പോകരുത്. ഇതേ പാകത്തിന് വേവിച്ചെടുക്കണം. ഞാൻ വേവിച്ചെടുത്തത് ഞാൻ കുക്കറിലൊന്ന് ചൂടാക്കി, എന്നിട്ട് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വെച്ചു. അപ്പോൾ നല്ല പാകമായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാനിതാ മത്തങ്ങ കൂടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ, വളരെ ചെറുതുമല്ല വലുതുമല്ല. അപ്പോൾ നമ്മൾക്ക് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് മുറിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മത്തങ്ങയ്ക്ക് വേവ് അധികമില്ലല്ലോ. ചെറുപയറാണെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാനിത് അവിടെ ചെറിയ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, തേങ്ങ കുറച്ച് ചേർത്ത് അരയ്ക്കാനാണ്. ബാക്കി നമ്മൾക്ക് വറക്കാൻ വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഇതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ മത്തങ്ങ വേവിക്കാൻ വെച്ചിരുന്നു. കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പകുതി വെന്തിട്ടുണ്ട്, പകുതിയെല്ലാം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ ചേർത്ത് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു കറിയാണ് എരിശ്ശേരി. പിന്നെ നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ എല്ലാവരും കറിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ്. ഇവിടെ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാനുള്ളതെല്ലാം ചേർത്തു. ഇനി നമ്മൾക്കൊന്ന് മൂടി വെച്ച് ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ എരിശ്ശേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളെന്ന് പറയാൻ മത്തങ്ങ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുപയറാണ്. അപ്പോഴും നമ്മൾക്കിത് ഇനി ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മളുടെ എരിശ്ശേരിയിലേക്ക് നമുക്കൊരു വറവ് ചേർക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ജാസ്തി ഒഴിക്കണം. നമുക്ക് തേങ്ങയും ഉള്ളിയൊക്കെ വറുക്കാനുള്ളതാണ്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി നമ്മൾ പുറത്തേക്കൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അരിയാം, ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, കുറച്ചൊരു ജീരകം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചൊരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നമ്മൾ കുറച്ച് അരയ്ക്കാനെടുക്കും. ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ
നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. എരിശ്ശേരിയുടെ ടേസ്റ്റ് കിട്ടുന്നത് ആ വറവിനനുസരിച്ചാണ്. പിന്നെ പാചകം ചെയ്യാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അത് നമ്മുടെ ഒരു നാടൻ കറിയല്ലേ, അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെയാണ് ചേരുക. നമ്മുടെ തേങ്ങയല്ല ഇതവിടെ ഇങ്ങനെ ചുവപ്പ് കളറായി വരുന്നുണ്ട്. ഇത് തേങ്ങ കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ പിന്നെ എരിശ്ശേരിൻ്റെ ടേസ്റ്റ് മാറും. നമ്മുടെ ഇത് കണ്ടില്ലേ, വറുത്ത തേങ്ങയുടെ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂടി വെച്ചെടുക്കണം. എന്ത് വറവിട്ടാലും ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ ഇതിലുള്ള എരിശ്ശേരി നമ്മൾ വറവിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് മൂടി തുറന്ന് നോക്കാം. എന്താ ഒരു സ്മെല്ല്! തേങ്ങയുടെ ജീരകത്തിൻ്റെ എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മളുടെ എരിശ്ശേരി എല്ലാം ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.